നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കോളിഫ്ലവർ കറി. എല്ലാവർക്കും അറിയണതാണ്, ഞാൻ തന്നെ പല ടൈപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ചോറിൽ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് എന്ന് പറയാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയില്ല, ചോറിൻ്റെ കൂടെയാണ് കൂട്ടി കഴിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോളിഫ്ലവർ കറി പറ്റാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കി നോക്കും. എല്ലാവരും വീട്ടിൽ വാങ്ങണതാണല്ലോ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളതുമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി കോളിഫ്ലവർ വെച്ചിട്ട് ഒരു ഉഗ്രനായിട്ട് ചോറിന് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കും പറ്റും, പക്ഷേ ഇന്ന് ഞാൻ ചോറാട്ടോ, ചോറിൻ്റെ കൂടെയാണ് അത് കഴിക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഞാൻ മസാലക്കൂട്ട് വാങ്ങി ഉണക്കി പൊടിച്ചതാണ്. എന്താ മണം അറിയാം, വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. പുറത്തുനിന്ന് മസാല ഒന്നും വാങ്ങണ്ട, നമുക്ക് ഗരം മസാല അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉഗ്രൻ കോളിഫ്ലവറിൻ്റെ കൂട്ടാണ്. അപ്പോൾ കോളിഫ്ലവറിൽ ഇപ്പോൾ വലിയ അടിക്കാട്ടൊന്നുമില്ല, കാരണം എന്ത് ഫ്രഷ് അറിയോ, അപ്പോൾ അതിൻ്റെ സീസണുമാണ്. അപ്പോൾ നല്ല കോളിഫ്ലവർ കണ്ടപ്പോൾ വാങ്ങി പെട്ടെന്ന് തന്നെ ഇതങ്ങനെ അടർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി. നല്ല ഫ്രഷാണ്. ഇനി നമുക്ക് സാധാരണ ചെയ്യണ മാതിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഊറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ സവോള, 1 ഉരുളക്കിഴങ്ങ്, 2 തക്കാളി നുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ ഞാൻ ഒരു വലിയ ക്യാരറ്റും ഒരു കുഞ്ഞിയ ക്യാരറ്റും കൂടി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതേപോലെ ആവശ്യത്തിന് പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇതൊന്ന് ചതക്കേണ്ടതുണ്ട്. വെളുത്തുള്ളി ഈ സമയത്ത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കാഷ്യൂ ഇല്ല നിങ്ങളുടെ കയ്യിൽ എന്ന് വെച്ചാൽ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. കാഷ്യൂ ആകുമ്പോൾ നല്ല സ്വാദും കിട്ടും, നല്ലതുമാണ്. കുറച്ച് ഞാൻ എപ്പോഴും പറയുന്ന മാതിരി കോൺഫ്ലവർ ഒരു 1/2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ അരിഞ്ഞെടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കാഷ്യൂ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുതിർത്തിയിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞി തക്കാളിയാണ് കേട്ടോ, നാടൻ തക്കാളി, ഒരു 2 കുഞ്ഞി തക്കാളി, ഇതും കൂടി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ 2 കുഞ്ഞി തക്കാളി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്, 2 കുഞ്ഞി തക്കാളി വഴറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മസാലയ്ക്കൊക്കെ പൊടിക്കുന്ന സ്പൈസസാണ്, അതെങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞതാണ്. ഇങ്ങനെ നല്ല പാക്കറ്റ് മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഒരുപാട് കടകളുണ്ട്. ഞാനപ്പോൾ സാധാരണ ഇതിൽ കണ്ടോ ഒരുവിധം എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വാങ്ങിയിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് പൊടിക്കുക ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഗരം മസാല കിട്ടും ചെയ്യും. പുറമേ നിന്ന് വാങ്ങുമ്പോൾ എന്തായാലും കുറച്ചൊക്കെ മായമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ അതിൽ ഒരുവിധം എല്ലാം ഉണ്ട്. കുരുമുളക്, കറുവപ്പട്ട, ഏലക്കായ, അമാതിരി പേരും ജീരകം എല്ലാം ഉണ്ട് കണ്ടോ, തക്കോല എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല വെയിലല്ലേ, അപ്പോൾ കുറച്ച് നേരം വെച്ചാൽ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഞാൻ സാധാരണ ചെയ്യാറ്. അതാണ് ഞാൻ മസാല കറികളിലൊക്കെ ഇടാറ്. അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ഇടേണ്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കണ്ടോ നമ്മുടെ മസാലക്കൂട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ കിണ്ണത്തിലാണ് വെച്ചിരുന്നത്, കാരണം പെട്ടെന്ന് ചൂടാവില്ല. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കിത് പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ കണ്ടോ ഞാൻ നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊരു മണമാണ് വരണറിയോ, കണ്ടോ ഇതേപോലെ പൊടിയണം. ഇത് നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, പുറത്തുനിന്ന് വാങ്ങണേക്കാട്ടിലും. അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക്, ഒരു 3 കരയാമ്പൂ, ഒരു കുഞ്ഞ് കഷ്ണം കറുവപ്പട്ട, 1.5 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് വാടി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ അത്യാവശ്യം കറിയിലേക്കുള്ള ഉപ്പാണ്ട് ഇടുന്നുണ്ട് കേട്ടോ. ഒരു 3/4 ടേബിൾ സ്പൂൺ നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണ്ടിയിലും, കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. പോരെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നല്ലോണം ഒരു 1/2 ടീസ്പൂൺ ഇവിടെ പൊടിച്ച മഞ്ഞൾപ്പൊടി തന്നെ ഇട്ട് അമ്മ കൊടുത്തയച്ചതാണ്. അപ്പോൾ അതിന് ഗുണം കൂടും, കളറ് കൂടും. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഉപയോഗിക്കാം. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെയിറ്റ് ചെയ്യാം. സവാള ഒരു വിധമൊക്കെ നന്നായിട്ട് അത്ര മതി.
വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 കുഞ്ഞു തക്കാളിയില്ലേ നമ്മൾ ഇട്ടിരുന്ന് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് ജസ്റ്റ് വഴന്ന് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് പച്ചമുളകും ക്യാരറ്റൊന്നും വല്ലാതെ വേവേണ്ട കാര്യമില്ല, ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. എന്നാൽ അതിൽ നിന്നുള്ള വെള്ളം അതിൽ വീണിട്ട് ഒന്നാണ്ട് വെന്തോളൂ കേട്ടോ. തക്കാളി തുറന്ന് നോക്കാം. അതിൽ നിന്ന് തന്നെയുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് തക്കാളി ഒരുവിധം നന്നായിട്ടൊന്ന് ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ക്യാരറ്റ്, പച്ചമുളക് അതോടൊപ്പം തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ്. ഇതൊരു തിക്ക് ഗ്രേവിയാണ്. പിന്നെ ഞാനിതിൽ മല്ലിയിലല്ലേ ഇടുന്നേ ഇല്ല കേട്ടോ. അതിന് പകരം ഞാൻ കറിവേപ്പിലയാണ് ഇടുന്നത്. പൊതുവെ എനിക്ക് വലിയ പിടുത്തമില്ല മല്ലിയില, പക്ഷേ എന്നാലും ഇങ്ങനത്തെ കറികളിലൊക്കെ ഞാൻ കുറച്ച് ഇടാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കറിവേപ്പിലാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലുണ്ട്. അപ്പോൾ അത് കാരണം അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാരറ്റൊന്നും വല്ലാതെ അങ്ങനെ ഉടഞ്ഞ് വേവൊന്നും വേണ്ട. എന്നാലും നമുക്ക് ഒന്നങ്ങോട്ട് അടച്ചു വെച്ചോളൂ. ഒന്നായി വരട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ കഴുകിയിട്ടല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല അടച്ചു വെച്ചും കൂടി ചെയ്തപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് കണ്ടോ. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ വല്ലാതെ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. കുറച്ച് കാശ്മീരി ചില്ലി മാത്രം, ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഇതിലേക്ക് ഇടുന്നുള്ളൂ. വേറെ മുളക് പൊടി നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ജീരകപ്പൊടി, നല്ല ജീരകം ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചതാണ്, അതൊരു 1/2 ടീസ്പൂൺ. അതേപോലെ തന്നെ ഞാൻ മസാല പൊടിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ മസാലപ്പൊടി നമ്മളിവിടെ പൊടിച്ച് വെച്ചതാണല്ലോ, അത് നമ്മളൊരു 1/2 ടീസ്പൂൺ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുമാതിരി കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, അത്രയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി പോരെങ്കിൽ നമുക്ക് പിന്നെ അവസാനം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ തന്നെ നമ്മൾ പൊടിച്ച കാരണം ഈ പൊടി പൊടി കേട്ടോ. മാത്രമല്ല കണ്ടോ, കുറച്ച് ഇട്ടപ്പോഴേക്ക് എന്താ മണം വരണ അറിയും. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഗ്യാസ് സിമ്മിൽ വയ്ക്കാം, ഒന്നായി വരട്ടെ കേട്ടോ. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കണ്ടോ. ഈ സമയത്ത് നമ്മൾ അണ്ടിപ്പരിപ്പും തക്കാളിയും കൂടി അരച്ച് വെച്ചത്. ഈ കറിക്ക് കൊഴുപ്പ് കിട്ടണത് ഇതാണ്. അതിന് പകരം ഞാൻ പറഞ്ഞ മതി കുറച്ച് കോൺഫ്ലോർ. തക്കാളി നിങ്ങളൊന്ന് പ്യൂരിയാക്കിക്കോളൂ, കോൺഫ്ലോർ ഒഴിച്ചാലും മതി കേട്ടോ. ഇതൊന്ന് ഒരു തിള വരട്ടെ കേട്ടോ. ഒന്ന് തിളച്ച് വരാൻ തുടങ്ങി. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പോരാ കേട്ടോ, കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ക്വാണ്ടിറ്റി ഉണ്ടേനും ജസ്റ്റ് ഒരു തിള വന്നു. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ കുറച്ച് നല്ലോണം ഉണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചോറിനാട്ടോ സൈഡ് ഡിഷായിട്ട് എൻ്റെ കൂട്ടുമാങ്ങാക്കറി ഉണ്ട്, അതും തൈരും കൂടി കൂട്ടും. രാത്രിയാകുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ചപ്പാത്തിയിലേക്കായി കറി. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. തുറന്ന് നോക്കാം. നല്ല തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ചട്ടുക ഒന്ന് മാറ്റിട്ടോ. ഹായ് കണ്ടോ, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് കണ്ടോ. എരിയൊക്കെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. മുളക് പൊടി അധികം ഇടാത്ത കാരണേ എരി നല്ല കമ്മിയാണ്. അതാ ഞാൻ 1/2 ടീസ്പൂൺ ആദ്യം ഇട്ട്. നമുക്ക് കുറച്ചും കൂടെ മേമ്പൊടിയായിട്ട് കുരുമുളക് പൊടി, അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാലക്കൂട്ട് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ കറിവേപ്പില കണ്ടോ, നല്ല ഫ്രഷ് കറിവേപ്പില. അതുപോലെ ഒരു 2 മുളകിൻ്റെ കഷ്ണം ഞാൻ നേരത്തെ തന്നെ എടുത്ത് വെച്ചതാണ് കേട്ടോ. രണ്ടാമത് ഇട്ടതല്ലേ. കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. തുറന്ന് നോക്കാം. ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിരുന്നു കണ്ടോ. ഗ്രേവി ഒന്നും കൂടിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/2
ടീസ്പൂൺ മതി പച്ച വെളിച്ചെണ്ണ മതി. ഒന്നങ്ങനെ ഇരിക്കട്ടെ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് എന്ത് കറിയുടെ പേര് വേണമെങ്കിൽ പറയാം. കോളിഫ്ലവർ പെപ്പർ മസാല എന്നോ ക്യാരറ്റ് കോളിഫ്ലവർ മസാല എന്നോ, പേരിലൊന്നല്ല പ്രശ്നം, സ്വാദിലാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഞാനൊന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കട്ടെ. ചോറ് വിളമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് അങ്ങോട്ട് എടുത്ത് വിളമ്പാം. എന്നിട്ട് ഉരുളിയും തരാം കേട്ടോ. അപ്പം നമുക്ക് കോളിഫ്ലവർ കറി വിത്ത് തിക്ക് ഗ്രേവി ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. മുഴുവനായിട്ട് മാറ്റാം കേട്ടോ. ചോറ് വിളമ്പിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടുമാങ്ങ അയ്യ എന്താ സാധനം അറിയാം. ഇനി നമുക്ക് നമ്മുടെ തിക്ക് ഗ്രേവി, ഹായ് കോളിഫ്ലവർ തിക്ക് ഗ്രേവി, ക്യാരറ്റും ഒക്കെ ഇട്ട കാരണേ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. അത് ചോറിന് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉരുള തരാം കേട്ടോ. ഉരുട്ടാവുന്നപ്പോൾ വലിയ ഉരുട്ടലൊന്നും നടക്കില്ല. മാങ്ങ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാം. കണ്ടോ എന്ത് സോഫ്റ്റായി നോക്കൂ മാങ്ങ. എന്നാലും കിടക്കട്ടെ. കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ചോറിനും കൂടി നല്ലതാണ്. ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ.